ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നീതൂസ് ലൈഫ് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഓട്സ് പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസിൻ്റെ ഓട്സാണ് എടുത്തേക്കണത്. എന്നിട്ട് നമുക്കത് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറിയ ജാറാണ് ഞാൻ എടുത്തത്, അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനത് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ഓട്സ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് സാരില്ല, അത് നന്നായിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അത് നമ്മൾ മിക്സിയിൽ ബാക്ക് സ്വിച്ചിൽ വേണം നമ്മളത് നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഒരു തരിയുമില്ലാണ്ട് നമുക്കത് കിട്ടും. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നല്ല സോഫ്റ്റ് ആണെന്ന്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിൽ നമുക്കിത് എല്ലാം ഫില്ല് ചെയ്യാം. തേങ്ങ ഇട്ടിട്ട് ഓട്സിൻ്റെ ഈ പൊടി നമുക്കിടാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ആവിയൊക്കെ വന്ന് നമ്മുടെ ഓട്സിൻ്റെ പുട്ട് ഇവിടെ സൂപ്പറായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ, വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര സോഫ്റ്റാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയത് ചെറുപയർ കറിയാണ്. അതിനു വേണ്ടി ആദ്യം തന്നെ 2 കപ്പ് ചെറുപയർ ഉപ്പിട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞ സവാളയും കൂടിയിട്ട് അത് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒപ്പം നീളത്തിൽ അരിഞ്ഞ 2 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടത് വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ട ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഞാൻ 1 തക്കാളിയാണ് എടുത്തത്. ഒന്നും കൂടെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം അത് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. തക്കാളി ഒന്ന് വെന്ത ശേഷം നമുക്ക് വേവിച്ച് വെച്ച ചെറുപയറും കൂടെ ചേർക്കാം. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച ശേഷം തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ. ഇതാ നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓട്സ് പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ. ഈ വെയിറ്റ് ലോസിനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് ഓട്സ് പുട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും സൈനിങ് ഓഫ് വിത്ത് ലവ് ഫ്രം നീതു ശ്രീജിത്ത്.